ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളായിട്ടാണ്. ഇത് നല്ല ക്രീമി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള റോൾ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആവശ്യമായ ചിക്കനിൽ ആവശ്യമായ ഉപ്പിട്ടിട്ട് 1.5 ടേബിൾ സ്പൂൺ തന്തൂരി പൗഡർ, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, സോയാ സോസ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ കൈ കൊണ്ട് തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് ഒരു ബൗളിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച ക്യാബേജ്, ഒരു വലിയ ക്യാബേജ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസാക്കി വെച്ച ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പറും, 1 കപ്പ് മയോനൈസ് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഫില്ലിങ്. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ഒരു ഡോ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ഡോ നമ്മൾ എപ്പോഴും റെഡിയാക്കുന്ന പോലത്തെ ഒരു രീതിയിലല്ല ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ 1.5 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ ആവശ്യമായ ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീയോ ബട്ടറോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗീയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്ത സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളത്തിന് 2 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തത്. ആ ഒരു അളവിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മൈദ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഈ ടൈമിൽ നമുക്ക് നല്ല ചൂടുള്ളതായതുകൊണ്ട് കൈ കൊണ്ട് കുഴക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം അധികമാണെന്ന് തോന്നുമെങ്കിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, വെള്ളം കുറഞ്ഞിട്ട് മൈദ നല്ല കട്ടിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് ഉണ്ടാവുക. നല്ല ഡോ നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല സോഫ്റ്റ് ഡോ ആണ്. ഇത് നമുക്ക് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ബൗളാക്കി വെക്കാം. എന്നിട്ട് കുറച്ച് മൈദ വിതറിയിട്ട് നല്ല പോലെ പരത്തിയെടുക്കാം. നല്ല തിന്നുമല്ല തിക്കുമല്ല, ഒരു മിനിമം രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. വലുതായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ വലുതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൗണ്ട് കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഒരു റൗണ്ട് എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാക്കി 2 സൈഡും ഇതുപോലെ കോണായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ ഒട്ടിക്കിട്ടും. നമുക്ക് ഇതിനായിട്ട് മൈദ കുഴച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിക്കൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ എല്ലാ ഡോയും ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഷേപ്പ് റോള്. ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും ആദ്യം നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് സാധാ റോളാക്കുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന ടൈം നമ്മൾ ആ ഒരു ഷേപ്പ് പോവാതെ സൂക്ഷിക്കാം. അതൊന്നിങ്ങനെ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം.
എല്ലാം ബ്രെഡ് ക്രംസിൽ ഇതാ കോട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതിന് നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാം. എൻ്റെ അത് ഓവറായിട്ട് ഓയിൽ ചൂടായിപ്പോയി, അതുകൊണ്ട് ഇട്ട പാടനെ കരിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാറിയ ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഈ റോൾ നല്ല ക്രിസ്പി ആൻഡ് ക്രീമി ആയിട്ടുള്ള റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.